ഇപ്പോൾ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ പത്രികയുമായി ബന്ധപ്പെട്ട് തർക്കം ഉടലെടുത്തിരിക്കുന്നു. വരണാധികാരിയായി സാന്ദ്ര തോമസ് വാക്കേറ്റം നടത്തിയെന്ന വിവരം വരികയാണ്. സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളാനുള്ള സാധ്യതയുണ്ട്. ട്രഷറർ സ്ഥാനത്ത് മത്സരിക്കാൻ സാന്ദ്ര നൽകിയ പത്രികയിലാണ് തർക്കം നിലനിൽക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അവിടെ നിന്ന് നവമി ദിനേശ് ചേരുകയാണ്. നവമി അല്പസമയത്തിനകം ചേരും. നമുക്കറിയാം, പത്രിക നൽകാൻ സാന്ദ്ര തോമസ് വരുന്നത് തന്നെ ഒരു പ്രതിഷേധ രൂപവുമായാണ്. പർദ്ദ ധരിച്ചുകൊണ്ടാണ് അവിടേക്ക് സാന്ദ്ര എത്തിയത്. ഇപ്പോൾ സാന്ദ്രയുടെ പത്രിക തള്ളുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാകുന്നത്. ഇന്ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയമാണ്. ആ സമയം എത്തുമ്പോഴാണ് പത്രിക സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ പത്രിക തള്ളുന്നു എന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുകയാണ്. നവമി, എന്താണ് സംഭവിക്കുന്നത്? സാന്ദ്രയുടെ മത്സരിക്കാനുള്ള തീരുമാനം തന്നെ ഒരു പ്രതിഷേധമായിരുന്നു. പക്ഷേ ആ പ്രതിഷേധത്തെ മുളയിലേ നുള്ളുകയാണോ? എന്താണ് ഈ പത്രിക തള്ളാനുള്ള കാരണങ്ങളായി പറയുന്നത്? രേണുക, ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഓഫീസിൽ ഈ സൂക്ഷ്മ പരിശോധന നടക്കുകയാണ്. ഈ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആളുകൾ നൽകിയ, നിർമ്മാതാക്കൾ നൽകിയ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നടത്തുകയാണ്. അതിനിടയിലാണ് ട്രഷറർ സ്ഥാനത്തേക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്കുമാണ് സാന്ദ്ര തോമസ് മത്സരിക്കുന്നത്. ഇപ്പോൾ ട്രഷറർ സ്ഥാനത്തേക്കുള്ള നാമനിർദ്ദേശ പത്രിക പരിശോധിക്കുമ്പോഴാണ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ, അതായത് ബൈലോ പ്രകാരം ഒരു നിർമ്മാതാവ് 3 സിനിമ വേണം നിർമ്മിക്കാൻ. അതിൽ സെൻസസ് സർട്ടിഫിക്കറ്റ് വരുമ്പോൾ അതിൽ 3 പേരും, സെൻസസ് സർട്ടിഫിക്കറ്റിൽ 3 പേരും നിർമ്മാതാവിന്റെ പേര് തന്നെ വേണം. അതായത് സാന്ദ്ര തോമസിന്റെ നാമനിർദ്ദേശ പത്രിക പരിശോധിച്ചപ്പോൾ അതിൽ 2 പേര് മാത്രമാണ് സാന്ദ്ര തോമസിന്റെ സ്വന്തം പേരിൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. മറ്റൊന്ന് ഫ്രൈഡേ ഫിലിംസിന്റെ പേരിലുമാണ് സെൻസസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. അത് പിന്നീട് വിജയബാബുവുമായി തർക്കമുണ്ടാകുകയും അതിൽ നിന്നും സാന്ദ്ര തോമസ് പിന്മാറുകയും ചെയ്തിരുന്നു. അങ്ങനെ 3 സിനിമ എന്നുള്ളതിൽ 2 മാത്രമാണ് സാന്ദ്ര തോമസിന്റെ പേരുള്ളത്. ഒന്നിൽ ഫ്രൈഡേ ഫിലിംസിന്റേതായതിനാൽ സാന്ദ്ര തോമസിന് മത്സരിക്കാൻ അർഹതയില്ല എന്നാണ് ട്രഷറർ. ശരി നവമി, ഞാൻ നവമിയിലേക്ക് തിരിച്ചെത്താം. ഇതാണ് ആ തർക്കത്തിന്റെ, വാക്കേറ്റത്തിന്റെ ദൃശ്യങ്ങൾ. സാന്ദ്ര തോമസ് മത്സരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഭരണാധികാരികളുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്ന ദൃശ്യങ്ങൾ. നിഷ്പക്ഷമായിട്ടാണെങ്കിൽ സാർ എങ്ങനെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്? നിഷ്പക്ഷത ഇല്ലായ്മയുടെ ഏറ്റവും വലിയ തെളിവാണ് സാർ 25 വർഷമായിട്ട് അല്ലേ? അതില്ല എന്നുള്ള കാര്യം അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാളായതുകൊണ്ടല്ലേ സാർ 25 വർഷമായിട്ട് ഇവിടെ മാത്രമല്ല, ഇതിനേക്കാളും വലുതാണ് ഫിലിം ചേംബർ ഓഫ് കോമേഴ്സ്. എല്ലായിടത്തും ഇരിക്കുന്ന ഇവര് തന്നെയല്ലേ? രാകേഷിന് പേടിയാണെങ്കിൽ ഇങ്ങനല്ല തീരുമാനിക്കണം. അത് മത്സരിച്ച് ജയിച്ച് കാണിക്കേ, അല്ലാതെ ഇങ്ങനത്തെ കൊതികൾ കാണിക്കല്ലോ വേണ്ടത്. സിനിമ എടുത്താൽ മാത്രമേ മെമ്പർഷിപ്പ് കിട്ടുള്ളൂ, മനസ്സിലായില്ലോ? പലവരുടെയും സിനിമ കൊണ്ടുവന്നിട്ട് മത്സരിക്കാൻ ശ്രമിക്കരുത് തുടങ്ങിയ പരിഹാസങ്ങളാണ് അവിടെ നിന്നും ഉണ്ടാകുന്നത്. പക്ഷേ അവരുമായി വാക്കുതർക്കത്തിൽ, മീൻസ് തൻ്റെ മത്സരിക്കാനുള്ള അവകാശം സംബന്ധിച്ചുള്ള സംസാരങ്ങൾ സാന്ദ്രയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. നമുക്ക് ഒപ്പം നവമി തുടരുന്നുണ്ട്. നവമി, ട്രഷറർ സ്ഥാനത്തേക്ക് ഒപ്പം തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്കും മത്സരിക്കാനായിരുന്നു തീരുമാനം. ഇപ്പോൾ ട്രഷറർ സ്ഥാനത്തേക്ക് മാത്രമേ അയോഗ്യത വരികയുള്ളൂ, പത്രിക തള്ളുകയുള്ളൂ, അതോ മത്സരത്തിൽ നിന്ന് പൂർണ്ണമായും സാന്ദ്രയ്ക്ക് മാറി നിൽക്കേണ്ടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുമോ?
രേണുക, എന്തായാലും ഈ ഒരു മാനദണ്ഡം ഏത് സ്ഥാനത്തേക്ക് മത്സരിച്ചാലും ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ സാന്ദ്ര തോമസിന് മത്സരിക്കാൻ കഴിയില്ല എന്നൊരു നിലയിലേക്ക് തന്നെയായിരിക്കും ഭരണാധികാരി തീരുമാനമെടുക്കുക. പക്ഷേ സാന്ദ്ര തോമസ് പറയുന്നത് തന്നെ മനഃപൂർവ്വം തന്നെ മത്സരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ആളുകളുടെ ഗൂഢാലോചനയുടെ ഭാഗമായാണ് മനഃപൂർവ്വം ഒരു കാരണം കണ്ടെത്തി തന്റെ പത്രിക തള്ളുന്ന രീതിയിലേക്ക് പോകുന്നതെന്നാണ് സാന്ദ്ര തോമസ് പറയുന്നത്. ഒപ്പം ഈ തന്റെ പേരിൽ തന്നെയാണ് ചിത്രങ്ങൾ 10ഓളം ചിത്രങ്ങൾ താൻ നിർമ്മിച്ചു. അതിൽ ഒരു ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിലാണെങ്കിൽ പോലും അത് സർട്ടിഫിക്കറ്റ് വരുമ്പോൾ തന്റെ പേരിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അത് ആ ബാനർ വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ സിനിമ തന്റേതല്ല എന്ന് പറയാൻ ഭരണാധികാരിക്ക് കഴിയില്ല. നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. താൻ പ്രസിഡന്റ് സ്ഥാനത്ത് തന്നെ മത്സരിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ മുടന്തൻ ന്യായം പറയാതെ തന്നെ മത്സരിച്ച് തോൽപ്പിക്കാനാണ് രാകേഷിനെ സാന്ദ്ര വെല്ലുവിളിക്കുകയും ചെയ്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രാകേഷും സാന്ദ്രയും തോമസുമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. തന്നെ മത്സരിച്ച് തോൽപ്പിക്കുക, അല്ലാതെ ഇത്തരത്തിൽ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് തന്റെ പത്രിക തള്ളാനുള്ള ചില ഗൂഢനീക്കങ്ങളാണ് ഭരണാധികാരി പോലും തന്നെ ഈ മത്സരത്തിൽ നിന്നും മാറ്റുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടത്തുന്ന സംഘത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് സാന്ദ്ര തോമസ് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തനിക്ക് മത്സരിക്കണം, നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും കൂടി സാന്ദ്ര തോമസ് പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഓഫീസിൽ വലിയ പ്രതിഷേധമാണ്, വലിയ വാക്കുതർക്കങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. വലിയ വാക്കുതർക്കം എന്ന് പറയുമ്പോഴും നവമി, സാന്ദ്ര ഒരു ഭാഗത്തും ബാക്കി എല്ലാവരും ഒരുമിച്ച് മറുഭാഗത്തും നിൽക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത്. അവിടെ തത്സമയം കാണുമ്പോൾ അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? സാന്ദ്രയെ അനുകൂലിച്ച് ഒരു ശബ്ദമെങ്കിലും ഉയരുന്നുണ്ടോ അവിടെ? രേണുക, നേരത്തെയും വൈശാഖ് സുബ്രഹ്മണ്യന്റെ നാമനിർദ്ദേശ പത്രികയുമായി ബന്ധപ്പെട്ട് സമാനമായ രീതിയിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴും വൈശാഖിന് വേണ്ടി പിന്തുണയുമായി സാന്ദ്ര തോമസ് സംസാരിക്കുകയും ചെയ്തു. പക്ഷെ സാന്ദ്ര തോമസിന്റെ കാര്യം വന്നപ്പോൾ ആരും തന്നെ സാന്ദ്രയ്ക്ക് പിന്തുണയുമായി എത്തിയിട്ടില്ല. സജീനന്ദ്യാട്ട് അടക്കം അല്ലെങ്കിൽ സുരേഷ് കുമാർ അടക്കം ബാക്കിയുള്ള നിർമ്മാതാക്കൾ എല്ലാവരും തന്നെ സാന്ദ്ര തോമസിന്റെ ഈ ഒരു വിശദീകരണത്തെ, ഈ ഒരു ന്യായീകരണത്തെ പൂർണ്ണമായും തള്ളുകയും വലിയ രീതിയിലുള്ള ഒരു വാക്കുതർക്കത്തിലേക്ക് സാന്ദ്ര തോമസിനെ പിന്തുണയ്ക്കാൻ പോലും ആരും തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഈ ഒരു സൂക്ഷ്മ പരിശോധനാ വേദിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാന്ദ്ര തോമസ് നിരന്തരം ആവർത്തിച്ച് പറയുന്നത് തന്നെ മനഃപൂർവ്വം മത്സരിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഉള്ള നീക്കം തന്നെയാണ് ഇവിടെ നടക്കുന്നതെന്നാണ്. എന്തായാലും പത്രിക തള്ളുമോ എന്ന രീതിയിലേക്ക് തന്നെ തള്ളാനുള്ള ഒരു സാധ്യതയിൽ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഭരണാധികാരി കൂടുതൽ നവമി, ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ഇവിടെ ഇപ്പോൾ നമ്മൾ തത്സമയ ദൃശ്യങ്ങൾ കാണുമ്പോൾ സാന്ദ്ര അവിടെ ഡൈസിൽ നിന്ന് ഇറങ്ങി വന്ന് തന്റെ സ്ഥാനത്തിരിക്കുന്നുണ്ട്. മാത്രവുമല്ല ഒരു പേപ്പർ ഒപ്പിട്ട് നൽകി പ്രസന്നവദനയായിരുന്നു. ചിരിച്ചുകൊണ്ടാണ് സാന്ദ്ര തിരിച്ചു വന്നിരിക്കുന്നത്. എന്തെങ്കിലും തീർപ്പായോ ആ കാര്യത്തിൽ? രേണുക, എന്തായാലും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകും. സാന്ദ്ര തോമസ് എന്തായാലും ഇപ്പോൾ വീണ്ടും ഈ ഭരണാധികാരിയുമായി സംസാരിക്കുകയാണ്. ചില സംശയങ്ങൾ അത് തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീർച്ചയായും നവമി വിവരങ്ങൾ തേടൂ. എന്തായാലും സാന്ദ്ര തോമസ് അവിടെ ആശയവിനിമയങ്ങൾ നടത്തുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇല്ല, പ്രശ്നങ്ങൾ തീർപ്പായിട്ടില്ല, തനിക്ക് നോക്കാനുള്ള അധികാരങ്ങളില്ല എന്ന ആദ്യം പറഞ്ഞ ന്യായം തന്നെയാണ് ഭരണാധികാരി ഇപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. സാന്ദ്ര അവിടെ തുടരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ കുത്തകകൾക്കെതിരെയാണ് സാന്ദ്രയുടെ പോരാട്ടം. ആ കുത്തകവൽക്കരണം അവസാനിപ്പിക്കാനാണ് മത്സര രംഗത്തേക്ക് വരുന്നതെന്ന് സാന്ദ്ര നേരത്തെ തന്നെ വിശദീകരിച്ചതാണ്. പർദ്ദ ധരിച്ചുകൊണ്ടാണ് നാമനിർദ്ദേശ പത്രിക നൽകാൻ സാന്ദ്ര എത്തിയത്. കാരണം തന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയിൽ യാതൊരു തീരുമാനവും എടുത്തില്ല, നടപടിയും എടുത്തില്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഇവിടെ നാമനിർദ്ദേശ പത്രിക നൽകാൻ വരുമ്പോൾ അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് പർദ്ദയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പർദ്ദ ധരിച്ചുകൊണ്ട് സാന്ദ്ര നാമനിർദ്ദേശ പത്രിക നൽകാൻ എത്തിയത്. ആ പോരാട്ടം ഇപ്പോഴും സാന്ദ്രയുടെ ഭാഗത്ത് നിന്ന് തുടരുകയാണ്. നാമനിർദ്ദേശ പത്രിക തള്ളും എന്ന വിവരങ്ങളാണ് വരുന്നത്. അത് 3 സിനിമയെങ്കിലും എടുത്തവർക്ക് മാത്രമേ നാമനിർദ്ദേശ പത്രിക നൽകാൻ കഴിയുകയുള്ളൂ എന്ന ഒരു കാര്യമാണ് അതിന് പത്രിക തള്ളാൻ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ സാന്ദ്ര തന്റെ വാദങ്ങൾ അവിടെ ആവർത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നവമി തുടരുന്നുണ്ട്.
നവമി, വീണ്ടും വലിയ വാക്കേറ്റത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകും എന്നതാണോ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ സാന്ദ്ര നേരത്തെ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു, വരണാധികാരിയും ആ നിലപാട് തന്നെ തുടരുന്നു, മറ്റുള്ളവരെല്ലാം ഒറ്റക്കെട്ടായി സാന്ദ്രയ്ക്കെതിരെ നിലയുറപ്പിക്കുന്നതുമാണ് നമ്മൾ കാണുന്നത്. രേണുക, സാന്ദ്ര തോമസിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയിരിക്കുകയാണ്. ട്രഷറർ സ്ഥാനത്തേക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്കും 2 സ്ഥാനങ്ങളിൽ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പക്ഷേ സൂക്ഷ്മ പരിശോധനയിൽ ചില സാങ്കേതിക മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പത്രിക സമർപ്പിച്ചതെന്ന് കണ്ടതുകൊണ്ട് വരണാധികാരി സാന്ദ്ര തോമസിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയിരിക്കുകയാണ്. ഇനി എന്താണ് സാന്ദ്ര തോമസിന് ഇനി കൂടുതൽ പറയാനുള്ളതെന്ന് കാത്തിരിക്കുകയാണ്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സാന്ദ്ര നേരത്തെയും പ്രതികരിച്ചിരുന്നത്. സാന്ദ്ര ഇത് പ്രതീക്ഷിച്ചതാണ്. കാരണം ഇതിനു മുൻപ് പോലും സാന്ദ്രയ്ക്ക് പല സൂചനകളും ലഭിച്ചിരുന്നു. തന്നെ നാമനിർദ്ദേശ പത്രികയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ താൻ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പലർക്കും അതൃപ്തിയുണ്ട്. തന്നെ മത്സരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ തന്നെയാണ് ചിലർ മെനയുന്നതെന്ന് നേരത്തെ തന്നെ സാന്ദ്ര തോമസ് ആരോപിച്ചിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. എന്തായാലും സാന്ദ്ര തോമസിന്റെ 2 നാമനിർദ്ദേശ പത്രികയും തള്ളിയിരിക്കുകയാണ്, ട്രഷറർ സ്ഥാനത്തേക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്കും. എന്തായാലും സാന്ദ്ര തോമസ് മത്സരിക്കില്ല എന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഇനി നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. കോടതിയിലടക്കം ഇത് വെല്ലുവിളിച്ച് തന്നെയാണ് സാന്ദ്ര തോമസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഓഫീസിൽ വെച്ച് സൂക്ഷ്മ പരിശോധന നടക്കുമ്പോൾ തന്നെ സാന്ദ്ര തോമസ് ഇവിടെ എത്തുന്നതിന് മുൻപ് തന്നെ മാധ്യമങ്ങളോട് അക്കാര്യം പറഞ്ഞിരുന്നു. തന്നെ മത്സരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പല നീക്കങ്ങളും ചില നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അത് തന്റെ നിലപാട് തുറന്നു പറയുകയും അല്ലെങ്കിൽ നിർമ്മാതാക്കൾ കാണിക്കുന്ന അനീതിക്കെതിരെ താൻ തുറന്നു സംസാരിക്കുന്നത് കൊണ്ട് തനിക്കെതിരെ വലിയൊരു ഗൂഢാലോചന തന്നെയാണ് ഇവിടെ നടക്കുന്നത് എന്ന ആരോപണം നേരത്തെ തന്നെ സാന്ദ്ര തോമസ് ഉന്നയിച്ചിരുന്നു. നമുക്കറിയാം സാന്ദ്ര ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വന്നത് പോലും പർദ്ദ ഇട്ടുകൊണ്ടാണ്. അത് ഇതിനു മുൻപ് ഒരു യോഗത്തിൽ, അത് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട യോഗത്തിൽ പോലും അത് ചർച്ചയ്ക്കെടുക്കുമ്പോൾ സാന്ദ്ര തോമസിനോട് ചില നിർമ്മാതാക്കൾ അശ്ലീലമായിട്ടുള്ള ചില പരാമർശങ്ങൾ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിൽ കേസ് നൽകുകയും തീർച്ചയായും അതേ വിഷയത്തിൽ നിയമ പോരാട്ടത്തിലാണ് സാന്ദ്രയുടെ പ്രതികരണമാണ് ഇനി നമുക്ക് അറിയേണ്ടത്. മാത്രവുമല്ല, എന്താണ് സാന്ദ്രയുടെ ഇനിയുള്ള നീക്കം എന്നതുമാണ് അറിയേണ്ടത്.